വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം കിങ് ആർ എസ്. ഐ ആം ബാക്ക് അഗൈൻ ഗൈസ്. നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിനാണ് കണ്ടതായിട്ട്. നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു നിർത്തിയത്. നമ്മുടെ ഈ കുറേ ഇതൊക്കെ എടുത്ത് നമ്മുടെ ഇരിക്കുന്ന എഗ്ഗ് മുഴുവൻ നമ്മളിവിടെ പരീക്ഷിച്ച് ഇവിടെയുള്ള മാമത്തും കാര്യങ്ങളിലെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്ന് നമുക്ക് വേറെ സാധനം നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ മാമത്ത് വരെയായിരുന്നു നോക്കിയത്. പിന്നെ ഈ സാധനം ഇതൊക്കെ എന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടാ. ഇതൊക്കെ ഇന്നലെ ഞാൻ കുറെ കണ്ടിട്ടുണ്ടായി. എന്താണെന്നറിയില്ല കേട്ടോ. അടുത്ത സാധനം നമുക്ക് മാമത്തല്ലായിരുന്നു ഇത്. മാമത്തല്ല, പന്നി വരെയായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എഗ്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു മോഡലാണ്. മൈൻക്രാഫ്റ്റ് മോഡഡ് ഒരു ഇതാണ്. ഇതിൻ്റെ ഇതാണത്. അത് ഹിപ്പോപ്പൊട്ടാമസ് അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ലല്ലേ. ഡോൾഫിൻ കണ്ടായിരുന്നു, ബൊഫല്ലോ, ഷാർക്ക്, ഷ്രിമ്പ് അതെല്ലാം കണ്ടായിരുന്നു. സീല്, മാമത്ത് എന്ത് സാധനമാണെന്ന് നോക്കണം. അവിടം വരെയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സീലെല്ലാം കഴിഞ്ഞു. ഇവിടം വരെ വിൻഡ് ബോളർ, ഇവിടം വരെയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബാക്കി അങ്ങ് തുടങ്ങല്ല വെച്ചാണ്. അപ്പം എടേ ഇതൊക്കെ നമ്മൾ കണ്ടില്ല. അപ്പം സ്ക്യൂരല് ഇതൊക്കെ നമ്മൾ കണ്ടയാ. വെയിൽ കില്ലർ, റെഡ് പാണ്ട കണ്ടിട്ടില്ലല്ലേ. അപ്പൊ ഇവിടെ മുതൽ ഞാനും വിചാരിച്ചേ വെയിൽ കില്ലറിനെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, വെയിൽ കില്ലർ എടുക്കാം. ഫസ്റ്റ് നമുക്ക് റെഡ് പാണ്ട നോക്കാം. എടേ ഇത് റെഡ് പാണ്ട അല്ല, കുറുക്കല്ലേ ഇത്. എടേ കുറുക്കൻ ഇത് നമുക്ക് മറ്റേ മൈൻക്രാഫ്റ്റില്, സാധാ മൈൻക്രാഫ്റ്റിലും കാണാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഏടാ ഈച്ച. മുഖം കാണിക്കുന്നില്ലല്ലേ. മിന്നാമിനുങ്ങ്. ഈച്ചടാ, മിന്നാമിന്നി. എടാ മിന്നാമിന്നിയാണ് ഇത്, ഈച്ചയല്ല. മിന്നാമിന്നി ഇത്തിരി പൊന്നിന് ആ പാട്ടില്ല മിന്നാമിന്നിയാണ്. കുറച്ച് നേരമായി കേട്ടോ. പ്രാണികളുടെ ബഹളം അവിടെ. ഓക്കെ, അടുത്ത സാധനം. പുലി മഞ്ഞ കളറിലെ പുലി. നമ്മൾ നേരത്തെ എന്തൊക്കെ പുലിയായിരുന്നു. ഇതെന്താ പുള്ളിപ്പുലിയാ? ഇത് പുള്ളിപ്പുലി. നമ്മൾ ബാക്കി പുലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് പുള്ളിപ്പുലി. ഓക്കെ, നെക്സ്റ്റ്. ഡ്രാഗണാ? എടാ കുഞ്ഞ് ഡ്രാഗൺ. ഇതല്ലേ. വലിയ ഡ്രാഗനെ കിട്ടി. ഇതാണ് ഡ്രാഗൺ. ഇത് ഡ്രാഗൺ അല്ലല്ലോ. എടാ ഇത് മറ്റേ സാധനല്ലേ, ഉടുമ്പ്. അതല്ലേ ഇത്. എടാ ഉടുമ്പല്ലേടാ ഇത്. മറ്റേ കീരിയെ മുതലെയൊക്കെ പോയിരിക്കണ സാധനം, കാലിലൊട്ടി പിടിക്കണേ. ഇതിപ്പോ സർവൈവൽ ആയിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ. ഓക്കെ, അതാണ് ഉടുമ്പ്. ഓക്കെ, അടുത്ത സാധനത്തിന് നോക്കാം. കങ്കാരു. എൻ്റെ മോനെ, കങ്കാരുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായ കങ്കാരുവിനെ? കണ്ട ഊണു. എൻ്റെ മോനെ, ഓടണം കണ്ടിട്ടുണ്ടോ കങ്കാരു? ഒരടി കൊടുത്ത് നോക്കാം. ഓടടാ. ഇതിനെ തുള്ളുന്ന് സ്പ്രിങ് ആടാ ഇത്. അതാണ്ട പോണ കണ്ട. അടുത്ത സാധനം നോക്കാം. ജിറാഫ്. ഓക്കെ ജിറാഫ്. എൻ്റെ മോൻ, ഇത്ര ഉള്ളല്ലേ ജിറാഫിന്റെ മാക്സിമം. എൻ്റെ എടാ ഇതെല്ലാം ആക്രമണകാരികളായ ജീവികളാണ് കേട്ടോ. ജിറാഫൊക്കെ അതിനെ കൊല്ലും. ജിറാഫാണ്ട് ഇവന്മാരെ കൊല്ലൂടാ.
അതുകൊണ്ട് വേറെ ജിറാഫ് അതിനെ കൊല്ലുവോ? ഇല്ലടാ. ആ കൊല്ലും കേട്ടാ. എൻഡർമാനെ കൊല്ലത്തില്ലല്ലേ? ഓക്കെ, ജിറാഫിനെ കണ്ടു ഇനി നിങ്ങള്. ഇനി അടുത്ത കാണാനുള്ളത്, ഓ ഇതിൽ നമ്മള് കണ്ടേ. ഇത് കുഞ്ഞൊരു ജീവിയാണ് ഇത്. കുഴിയാനയാണോ? കുഴിയാനയാടാ ഇത്? ഇതെന്ത് സാധനമാണ് ഇത്രയും കുഞ്ഞു ജീവി? നമുക്ക് അടുത്ത സാധനം വെയിൽ കില്ലർ. ആ അത് നമ്മൾ കണ്ടല്ലേ, ഓർക്ക. എനിക്ക് ഈ വലിയ മീനൊക്കെ കാണുന്നത് ഭയങ്കര പേടിയാണ് കേട്ടാ. വെള്ളത്തിന്റെ അടിയിലൊക്കെ വെച്ചിട്ട് വലിയ മീൻ, ഭയങ്കര ഡാർക്കാണത്. ലാസ്റ്റ് ഒരു ബ്ലൂ വെയിലിന്റെ വെള്ളത്തിനടി വെച്ച് നോക്കണം. അതെനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണത്. അത് ഭയങ്കര പേടിയാട്ടാ. എന്താണേലും വെള്ളത്തിനടി വെച്ച്. റെഡ് പാണ്ട നമ്മൾ കണ്ടു. ഇത് കണ്ടായിരുന്ന ആൻറ്റ്, അവ നമ്മൾ കണ്ടില്ലല്ലോ. ഇവിടം വരെ കണ്ടായിരുന്നു. ഇതല്ലേ നമ്മൾ കണ്ടത്? ഇത് തന്നെ നമ്മൾ കണ്ടെടുത്തത്. എവിടം തൊട്ട് തുടങ്ങാം? ഫസ്റ്റ് ഈ സാധനമാണ് ആൻറ്റ്, അതായത് ഉറുമ്പ്. കുറെ ഉറുമ്പ് കട്ടുറുമ്പ്, ഉറുമ്പിനെയൊക്കെ നിങ്ങൾ ഇതുവരെ ഈ ഗെയിമിൽ കണ്ടിട്ടുണ്ടായ ഗൈസ്? ഉറുമ്പിനെയൊക്കെ നിങ്ങൾ ഈ ഗെയിമിൽ കണ്ടിട്ടുണ്ടായ ഇതുവരെ? കണ്ടിട്ടില്ലെങ്കിലേ ഉറുമ്പും കൂട്ടും. പക്ഷെ ഈ ഗെയിമിൽ കാണാൻ ഗൈസ് ഉറുമ്പൊക്കെ. മോഡഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ സ്പോൺ ചെയ്യേണ്ടതില്ല. ഒരാളുടെ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉറുമ്പും കൂട്ടൊക്കെ കാണാം. നമുക്ക് അടുത്ത സാധനം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓ, ലാൻഡ് ടർട്ടിൽ. എടാ മറ്റേ നമ്മൾ സീ ടർട്ടിൽ നമ്മുടെ സാധാരണ ഗെയിമിലുണ്ടല്ലോ. ഒറിജിനൽ മൈൻക്രാഫ്റ്റിലുണ്ട് സീ ടർട്ടിൽ. ഇത് ലാൻഡ് ടർട്ടിലാണ് ഗൈസ്. ഇതിൻ്റെ അകത്തും ഉണ്ട് ഗൈസ്. ലാൻഡ് ടർട്ടിലാണ് ഗൈസ്. ഇത് കരയിലുള്ള ഇതാണ്. മിനാമിനി തോന്നുന്നു. മിനാമിനി ഗൈസ്. ദേ ഓടുന്നു ഭയങ്കര സ്പീഡല്ലേ ഇവന്. ഇത് ലാൻഡ് ടർട്ടിൽ. സീ ടർട്ടിൽ പോലെ അല്ലേ ഇത്? ഇതിനാണ്ട ഇങ്ങനെ. സീ ടർട്ടിൽ വേറെയാണ്. അതാ എന്താ സ്റ്റോൺ ക്ലാമോ? ഓ, മറ്റേ പവിഴ ചെപ്പോ അങ്ങനെ പറഞ്ഞ എന്ത്? വെള്ളത്തിനടിയിലല്ലേ യൂസ് ചെയ്യാൻ ഇതിനൊക്കെ? അയ്യോ, വലിയ മീനൊന്നും വരല്ലേ. മുത്തുച്ചേപ്പി. ഇതാണ് മുത്തുച്ചെപ്പി. കണ്ട ഇവിടെ കുറെ ബ്ലൂ വെയിലും തേങ്ങ കാണും. ഇവിടെ എല്ലാ ബ്ലൂ വെയിലൊക്കെ ഉണ്ട്. ദേ നിക്കണു. അത് മേളിലല്ലേ? അത് മേളില. ഇവരങ്ങാണ്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇങ്ങനെയാണ് കുറെ ആൾക്കാർ മരിക്കണേ. മറ്റേ ഐസ് പൊട്ടിച്ചകത്തോട്ട് ഇറങ്ങിട്ട് ആ പൊട്ടിച്ച ഐസ് കാണത്തില്ല. ഇതിപ്പോ ഗെയിം വേണ്ടി നമുക്കത് ഇങ്ങനെ പൊട്ടിച്ചിറങ്ങാം. റിയൽ ലൈഫിൽ അങ്ങനെയല്ല ഐസ്. റിയൽ ലൈഫിൽ എടേ ഇതിലും പോകാൻ പറ്റുന്നില്ലല്ലോ. എടേ എത്തി. ഓക്കെ, അടുത്തത് റൈനോ. ഓ, റൈനോ സത്യം പറഞ്ഞ ഇത്ര വലുതല്ലേ? റൈനോ എന്ന് പറയുമ്പോ ഇത്രയും വലിപ്പമുണ്ട് റൈനോയ്ക്ക്. അതെനിക്ക് അറിയണ്ടായില്ല. ഓക്കെ, ഞാൻ വേറെ ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ റൈനോന്. പക്ഷെ അയാൾ ഇത്രയും വലിപ്പം അവര് കൊടുത്തിട്ടില്ല. ഇവന്മാരൊക്കെ ഇവിടെ വന്നാ? റൈനോ. ഓക്കെ, അടുത്ത സാധനം നമുക്ക് നോക്കാം. അടുത്തത് കിവി. ഇതാണോ കിവി? എന്ത് സാധനം ഇത്?
ആർക്കറിയാം. ലാസ്റ്റ് നമുക്ക് സർവൈവൽ ചെയ്തുമ്പോഴേന്ന് പോയി നോക്കണം. ലിയോ ഇത് പുലിയുടെ തന്നെ വേറൊരു സാധനം. ഇത് നമ്മൾ തന്നെ പുലിയുടെ തന്നെ കുറെ സാധനങ്ങൾ. കിങ് ഫിഷ്. എവിടെ ഈ പാമ്പ് ഞാൻ കുറെ ആയിട്ട് കാണണല്ലോടാ. കടിക്കണ പാമ്പാണോ? എന്താ ഫിഷാണ്. നമുക്ക് നോക്കാം. അയ്യോടാ എനിക്ക് പേടിയാണ്. വലിയ മീനൊന്നും ആവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. നോക്കാം. അല്ലടാ വലിയ മീനല്ല, മറ്റേ മീനാണ്. മറ്റേ ഇതുള്ള മീൻ, ലൈറ്റൊക്കെ കത്തിച്ചോണ്ട് പോകില്ലേ മീൻ, ഒരു തരത്തിലുള്ള ആ മീനാണ്. ഈ മീൻ വലിയ പേടിക്കണ്ട. ഈ മീനിന്റെ സമുദ്രമാക്കി ഞാനിത്. സർവൈവലിൽ വന്നാൽ നമ്മളിപ്പം കൊല്ലും. അതാണ് ഈ മീനിന്റെ ഏറ്റവും വലിയ. ഓക്കെ, അടുത്ത മീൻ നോക്കാം. മീനല്ലോ. എടാ ഇതൊക്കെ എന്ത് സാധനടാ? ഇതൊക്കെ എന്തോ ഇത് ക്ലൗണോ? ഇതെന്തോ ഗെയിമിലെ സാധനങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് എനിക്കറിയാൻ പറ്റാത്ത. മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് നോക്കാം. അടുത്ത സാധനം അത് എന്തെങ്കിലും ആട്ടെ, നമുക്ക് അടുത്ത സാധനം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേഷ്യൻറ്റ്. എടേ മുട്ട എവിടെ? ഇതിൻ്റെയൊക്കെ താഴെയാണ്. ഇനിയും താഴെ പോകണോ? ഇവിടെയാണ് മുട്ടയൊക്കെ. ഓക്കെ, ഇവിടം വരെ അല്ലേ നമ്മൾ കണ്ട. ഓക്കെ, പക്ഷെ ആ റെഡ് മുട്ട എന്താണെന്ന് എനിക്ക് നോക്കണുണ്ടായി. നോക്കാൻ പറ്റിയില്ല. അടുത്ത നോക്കാം. ഇതെന്ത് എടേ ഇതെന്താ? സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. സ്പോൺ ഒറിജിനൽ എന്താ പ്ലാറ്റിപ്പസ്. ഇതാണോ പ്ലാറ്റിപ്പസ്? എന്താന്ന് എനിക്കറിയില്ല കേട്ടാ. സ്പോൺ ഒറിജിനൽ പ്ലാറ്റിപ്പസ് എന്നാണ് എൻ്റെ പേര്. അറിയാൻ പാടില്ല. ഓക്കെ, അടുത്ത സാധനം. ഓ ഇത് കുറെ ഉണ്ട് ഇവിടെ. ഇതറിയാം. അവിടെ ഇതൊക്കെ എന്ത് സാധനമാണ്? ഇതൊക്കെ എന്ത് മച്ചാനെ മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്കെന്തോ മനസ്സിലാകുന്നില്ല കേട്ടോ. ജാക്സ്. ഹലോ ഹലോ, ഇതൊക്കെ എന്തൊരു. ആഹാ, അത് തന്നെ. എന്തൊരു ഇതൊക്കെ. ക്രൊക്കഡൈൽ. മുതലേനെ കണ്ടിട്ടുണ്ട ഗൈസ്? മുതല. വെള്ള മുതല. വലിയ മുതല. എൻ്റെ മോനെ, നിങ്ങൾ ഇതുവരെ ഗെയിമിന് മുതലേനെ കണ്ടിട്ടില്ലെങ്കിൽ മുതല കുട്ടന്മാർ. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നോക്കണ്ടേ? ഓറൊക്കെ കിടക്കണ നോക്കിയോളാ. എന്നെ നോക്കുന്നത് കാലമാട്. നീന്തത്തില്ലേ അത്? ആ നീന്തി. ഓ മൈ ഗോഡ്. അയ്യോ, കേറി പൊക്കേടാ. പേടിച്ചിട്ടൊന്നുമല്ല, നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യാം. എടാ ഇതൊക്കെ ഈ ഗെയിമിൽ സത്യം പറ എത്ര പുലിയുണ്ട് പറ? ബ്യൂബിളോ എന്തോ മച്ചാനെ? ബ്യൂബിൾ അതെന്തരി? ഇതൊക്കെ എന്ത് സാധനമാണ് ഇതൊക്കെ? ബ്യൂബിള്, തേങ്ങ, വൈറ്റ് ഷാർക്ക്. എടേ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഇല്ലേടാ, അതിന്റെ കാര്യമാണ് ഈ പറയണേ. എടേ എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നിൽക്കാം. ഓക്കെ, സെറ്റ്. എടാ എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു ഗൈസ്. കണ്ണീന്ന് വെള്ളം വരുന്നു. ഇത് കണ്ടിട്ട് വലുതായിട്ട് പേടിയില്ല. അയ്യോ, വലുതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അത്രയ്ക്ക് വലിപ്പുള്ള സാധനം അല്ല ഇത്. ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുമ്പോൾ മുത്തുച്ചപ്പി താഴെ കഴിയണം. എന്നാലും ചെറിയൊരു ഭയം ഉണ്ടേ.
ഇനി എന്തോ പോലെയാണ് അയച്ചത്. മോനെ അടുത്ത തന്നെ നോക്കാം. ടൈഗർ ഷാർക്ക്. എടാ ഇവന്മാർക്ക് ഈ ഷാർക്കിനെ വിട്ടൊരു കളി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എവിടെ മറ്റേ കുന്ത്രാണ്ട് എന്തി വേണ്ട കൂടും അടുത്ത അവിടെ ഇത് കുറച്ച് വലുതല്ലേടാ അതിനെക്കാട്ടി. ടൈഗർ ഷാർക്കിന് എന്താ പ്രത്യേകത? ഇത്ര ഉള്ള വലിപ്പം ഉണ്ട്. ടൈഗർ ഷാർക്കിന് എന്താ പ്രത്യേകത എനിക്ക് നോക്കട്ടെ. ഒരെണ്ണം വലുത് ഒരെണ്ണം സ്പോൺ ചെയ്താടാ. ഫുൾ കുഞ്ഞന്മാരാണല്ലോ. വലുത് വന്ന്. ഓക്കെ, ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിനെക്കാട്ടി വലിപ്പമുണ്ട് ഇതിന്. ടൈഗർ ഷാർക്കിനെക്കാട്ടിലും വലിപ്പമുണ്ട് മറ്റേതില്ലേ. എന്താണ് ചെറിയൊരു പുള്ളി പോലെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അടുത്ത സാധനം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് പേഴ്ഷ്യൻ്റ്. ഈ ടൈഗർ ഷാർക്ക് അല്ലേ നമ്മളിപ്പോൾ കണ്ടത്. ലാസ്റ്റ് പേഴ്ഷ്യൻ്റ് ഇല്ലല്ലേ. അപ്പോൾ റെഡ് കളർ സാധനം നോക്കാം അടുത്തന്നെ ഒന്ന്. എടാ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് ആ ബ്ലൂ വെയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അവിടെ വെള്ളത്തിൻ്റെ അടി. എൻ്റെ കിളി വാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടം വരെ ഇല്ല നമ്മൾ കണ്ട ഒക്കെ. ഈ റെഡ് മുട്ടയുടെ കാര്യമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞോ? ഇതൊക്കെ എന്താ വയ്യേ ഇവന്മാർക്ക്? ഇതൊക്കെ എന്താടാ? എടാ എന്താ സാധനം? എന്തോ ഇത് എന്താ വയ്യേ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്? നമുക്ക് അടുത്ത സാധനം നോക്കാം. ഇതെന്ത് സൗണ്ടൊക്കെ ഉണ്ടല്ലോ ഇനി. നോക്കട്ടെ. എടാ ഇത് കണ്ണില്ലേ? എടേ കണ്ണില്ലാതെ ആ കണ്ണുണ്ടോ സൈഡിൽ അടച്ചു വെച്ചേക്ക സൈഡിൽ. അയ്യോ അവനെ വെള്ളത്തിലിട്ടാ. അടുത്ത സാധനം നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? എടാ ഇത് ചത്തു പോകൂടെ? അയ്യോ അല്ലടേ, ഇതിന്റെ അകത്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വീഴാണില്ലല്ലോ കിടക്കുന്ന സാധനം. നിക്ക് ചത്തു പോവത് നോക്കണം. എന്തിയത് ദൈവം കിടക്കണം. എല്ലാ ജീവനും ചത്തുപോകും. അതേണ്ടേ രക്ഷിക്കണോ? ചത്തത് രക്ഷിക്കാൻ പോയ വഴി. അടുത്ത സാധനം നോക്കാം. സ്നോമാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ഉണ്ടാക്കുകയല്ല എന്നോടെ. ഇപ്പൊ ഇതിന്റെ ഇതും ഇറങ്ങിയ. ഇപ്പൊ സ്നോമാന്റെ മുട്ടയും ഇറങ്ങിയ. ഈ ഗെയിം ആയോണ്ടായിരിക്കും. അയൺ ഗോതം ഇതിന്റെ മുട്ട ഇറങ്ങിയടാ. ഇത് മറ്റേ സാധനം ഇവനും അയൺ ഗോതം എപ്പോഴും അടിയാണ്. അയൺ ഗോതത്തെ കൊല്ലുവൻ. ഇല്ല ഇപ്പൊ മറ്റവൻ അടിക്കണില്ല, എന്നാ അറിയത്തില്ല. ഇത് മറ്റവന്റെ ഇതിൽ അയൺ ഗോതം അങ്ങനെ കൊന്നതാ. ഇവന്റെ സാധനമാണ് ഇത്. ഇവനും അയൺ ഗോതത്തിന്റെ ശത്രുവാ. എന്നാ എനിക്ക് വേണേ ഇത് റൈഡ് ചെയ്യാം. ഈ മണ്ടിനകത്ത് എനിക്ക് വേണേ റൈഡ് ചെയ്യാലോടാ. റൈഡ് എന്ന് പറയാൻ എനിക്കൊരു ഓപ്ഷൻ വന്നു. റൈഡാണോ ഇതിൻ്റെതാണ് എനിക്ക് ആവശ്യം വന്ന. അല്ലാണ്ട് ഞാൻ എവിടെയോ റൈഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എനിക്ക് കാണിച്ച പോലെ എനിക്ക് തോന്നി. റൈഡ് ചെയ്യാനുള്ളതാണത്. നമുക്ക് അടുത്ത് നോക്കാം. വില്ലേജർ ഇത് ഫാൻറ്റം. മറ്റേ ഡ്രാഗൺ
ഇതാണ് ഡ്രാഗൺ. ഈ ഗെയിമിലെ ഡ്രാഗൺ ഇതേ പോണത് ആകാശത്ത് നിറച്ചിടും. സോംബി വില്ലേജർ ഇതൊക്കെ മിക്കവാറും കണ്ടിട്ടൊക്കെ ഉണ്ട്. ഒരുമാതിരി ട്രഗഡ് വില്ലേജർമാര് മറ്റേ കുറെ ഈ ലാമയൊക്കെ കൊണ്ട് നടക്കണവന്മാര്. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് പേഷ്യൻറ്റ് നമ്മൾ അവിടെ വരെ നോക്കി അവിടെ വരെ ഇല്ല. അടുത്ത് ഇവിടെ മുതൽ വില്ലേജർ അറിയാം, വെക്സ് അറിയത്തില്ല. എനിക്ക് തോന്നേ അതെന്തരി എടേ ഡേ 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 ഇത് മീനാടേ. ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ചത്തത് എടാ ഇത് മീനാണ് കേട്ടോ. ഇത് എന്തിന്റെ കുഞ്ഞാണ്? എന്തിന്റെ നോക്കട്ടെ, ഇത് എന്തിന്റെ കുഞ്ഞാണ്? ടാപ്പിളോ? ടാപ്പിളിന്റെ കുഞ്ഞാണിത്. ഒരുപാട് ഷാർക്കും തേങ്ങയൊക്കെ കാണാം. അതിനൊന്നും നമ്മൾ മാനിക്കാതെ പോവാണ്. അടുത്ത നമുക്ക് നോക്കാം. വെക്സ്. ഇതാണ് വെക്സ് എന്ന് പറഞ്ഞ സാധനം. പറക്കണ എന്തോ ഒരു ജിറാഫിനെ കൊല്ലൂടോ അതൊക്കെ. കണ്ണ് റെഡായ ഉണ്ടായിരുന്നു അതിന്റെ. എക്കോ. ഓ ഇവനെ എനിക്കറിയാം. അയ്യോ ഇതെന്തര് എടേ ഗ്ലിച്ച് ഗ്ലിച്ച് ഗ്ലിച്ച്. അതറിയാൻ ഫോൺ ചെയ്താട്ടാ ഗ്ലിച്ചാട്ടാ. ഇത് വേറെ സാധനം അതിന്റെ തന്നെ. ഇതൊക്കെ വില്ലേജറെ പോലെ കണ്ടിരിക്കുന്ന ഒരുപാട്. ഇതെന്തോ മുത്തിച്ചപ്പി പോലത്തെ എന്താ സാധനം. ബ്ലാസ് ഗാസ്റ്റ്. ഓ ഇത് മറ്റേ ഗാസ്റ്റ്. ക്യാമൽ ഒട്ടകം. ഇത് മരുഭൂമിയിലല്ലേ? അന്റാർട്ടിക്കയിലെ ക്യാമല്. റൈഡർ ലാമ. ക്യാമലിന്റെ പുറത്ത് സവാരി ചെയ്യാൻ പറ്റുമോ? റൈഡ്. ക്യാമലിന്റെ പുറത്ത് ഞാൻ റൈഡടേ. നിക്ക് 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 എന്നിട്ട് ലാസ്റ്റ് നോക്കാതെ. നിക്ക് 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 ക്യാമലിന്റെ പുറത്ത് സംഭവം നിക്ക. ലാസ്റ്റത്തെ എന്തോന്ന് നോക്കട്ടെ. ലാസ്റ്റത്തെ നമ്മൾ നോക്കിയില്ല. ഒരു സാധനം ഉണ്ടല്ലോ അവിടെ. ക്യാമലിന് എന്തോ തിന്നാൻ കൊടുക്കുക അവിടെ. സാഡില് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇട്ട് സാഡിലിട്ടു. എടാ എടാ ഗൊമ്മാലേ, ആരായി പോണേ സാഡിലൊക്കെ ഇട്ടിട്ട്? നോക്കേ വേറെ രാജ്യത്തേക്ക് പോവാം. പോവാൻ പറ്റില്ലല്ലോ എടാ. ഇത് അനങ്ങാനില്ലല്ലോ. ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഗ്ലിച്ചായിട്ടാ. ഒരു മിനിറ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ടി വന്നു ഗയ്സ്. ഓക്കെ ക്യാമൽ. എന്റെ മോനെ ക്യാമലിന്റെ പുറത്ത് കയറിയിട്ടാ പോണെ. എടാ ചാടുവാ ഇത്. ഓപ്പൺ. സോറി 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 സോറി. എന്റെ ക്യാമല ഓടല്ലേടാ മോനെ, നീ ഓടല്ലേടാ. ഞാൻ എന്താ ഓപ്പൺ എന്ന് പറഞ്ഞു കാണിച്ചു. റൈഡ് അല്ലല്ലോ ഈ ഓപ്പൺ. എന്താണ് ഓപ്പൺ? എടേ ഓപ്പൺ എന്തോന്ന് പറയടേ കള്ള. ഇവന്റെ മേൽക്കൂര വല്ല ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ല. ഓ സോറി, നമ്മുടെ കണ്ടന്റ് വിട്ടു പോണു. ഇവിടെ അടുത്ത സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം.
എവിടം വരെ ആയി നമ്മൾ? ഓ മറ്റേ സാധനം വരെ. വില്ലാജറൊക്കെ കഴിച്ചിട്ടുണ്ടായി. ലാറ്റിപ്പസ് വരെയായി നമ്മള്. എക്കോർ കഴിഞ്ഞു, ബ്രീസ് കഴിഞ്ഞു, ഗാസ്റ്റ് കഴിഞ്ഞു, ക്യാമറ കഴിഞ്ഞു, ലാമ കഴിഞ്ഞു, അതും കഴിഞ്ഞു. ഇനി ഇവിടെ വരെ. എന്താന്നറിയില്ല. ഫ്രോഗ് ഇതാരും കണ്ടു കാണാം. എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ, അടുത്ത സാധനങ്ങൾ കാണാം. ഓക്കെ, അടുത്ത ആ സാധനം. ഓ അടെ ഈ സാധന ഇതൊന്നും മെയിൻ യുദ്ധ കവാടാ. ഓ ഭയങ്കര അലമ്പാട്ട അവിടെ ഫുള്ള് അലമ്പാണ്. ഓഫ് അതിന്റെ അലമ്പാട്ടോ അവിടെ ഫുള്ള്. അതിനെ കൊന്നാരാണ്ട് ഇല്ലടാ. ഇവിടെ ഫുള്ള് അലമ്പാണ്ട. ഓ ഇത് മറ്റേ സാധനം വെള്ളത്തിൽ വെള്ളത്തിനൊന്നും അറിയാലോ. ഗോട്ട്, ആട്. എടാ ആട് ഈ ഗെയിമിലുണ്ട്. ഈ ഇത്ര ആടില്ല, മറ്റേ ആട്. ഓ ഈ സാധനം. ഓക്കെ, ഓ ഈ സാധനം ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ നോക്കിയേ. ഓക്കെ, ഓ രണ്ടിനും വ്യത്യാസം ഉണ്ടല്ലേ. എടാ ഇവൻ മാറി. സോംബി പിഗിമാനായി നോക്കോണേ. കൊന്ന സോംബി പിഗിമാനൊക്കെ. ഇതൊക്കെ നമ്മൾ നോക്കിയതല്ലേ. ഇനി അടുത്ത സാധനം നോക്കാം. ഇതെനിക്കറിയാം, വള്ളി അത്. ഓ അടുത്ത സാധനം. എടാ ഇപ്പൊ ഇത് മൈൻക്രാഫ്റ്റിലേക്ക് വരുവാണ്. തിരിച്ച് മൈൻക്രാഫ്റ്റിലേക്ക് വരിക. ഇതെല്ലാം മൈൻക്രാഫ്റ്റിലുണ്ട് റിയൽ. ഇതുണ്ട്. ഇതും ഉണ്ടേ. ഓക്കെ ഇതുണ്ട്. എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം ഇപ്പം നമ്മുടെ മൈൻക്രാഫ്റ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നൊരു കാര്യമുണ്ട്. ബ്ലൂ വെയിൽ നമ്മൾ വെള്ളത്തിലിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് കുറച്ച് പേടിയുള്ളൊരു സംഭവമാണത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. സത്യം പറയാനും എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം ഈ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചൊക്കെ ഈ വലിയ മീനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പോലെയാണ്. ടെസ്റ്റ് ചെയ്യാൻ പോണേ ഗൈസ്. അയ്യോ ഇവിടെ 1-2 വലിപ്പമല്ലാട്ടാ, ചെറിയ വലിപ്പമൊന്നും അല്ല. ബ്ലൂ വെയിലാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ ബ്ലൂ വെയിലിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ ഇതാണ്. ബ്ലൂ വെയിൽ അല്ല, ഷാർക്കല്ല, വെയില്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു വിട്ട്. മോനെ എന്റെ കണ്ണ് തള്ളാൻ പോണ്ട. ചെറിയ വെയില മോനെ, ചെറിയ വെയില്. യോ മോനെ, ഇതൊക്കെ ചെറിയ വെയിലാട്ടാ. വലിയ വെയിലിന്റെ സ്പോണായാണ്. എടാ ചെറിയ വെയിലാണല്ലോ ഇതെല്ലാം. എടേ വലിയ പറഞ്ഞ ഓഫ് കാണിക്കടേ. ഇത് ബ്ലൂ വെയിലാണ് ഗൈസ്. ബ്ലൂ വെയിലല്ല, എന്തോ ഒരു തരം വെയിലാണെന്ന് മാത്രമേ എനിക്കറിയാം. ചെറിയ വെയില്. എടേ ഇത് കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിയില്ല കേട്ടാ. എനിക്ക് തോന്നുന്നത് വെള്ളത്തിലായോണ്ടാണെന്ന് തോന്നുന്നു. കരയെ വെച്ചതിന് നല്ല വലുപ്പമുണ്ടല്ലോടാ. ദേടാ ഒരു ചത്തേ. എടാ ഇതിന് ഈ വലിപ്പമുള്ള സാധനമാടാ. വെള്ളത്തിൽ വരുമ്പോ ചെറുതായി പോണേ. എനിക്കെന്നെ ഭയങ്കര പേടിയണ്ടാ.
ഓക്കെ, നമ്മുടെ ലാസ്റ്റത്തുള്ള സാധനം കഴിഞ്ഞാൽ അങ്ങനെ പേടിയില്ല. മറ്റേ വെള്ളത്തിൽ വെച്ച് കാണുമ്പം, കാരണം ഇത് അറ്റാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന് ആ ഒരു സംഭവം. കുറച്ച് ആർമർ ഇട്ട് നമുക്ക് സർവൈവലിൽ വന്ന് നോക്കാം. സർവൈവലിൽ നമ്മൾ എങ്ങനെ ചാവാൻ പോണേ നമുക്ക് നോക്കാമല്ലോ. ഒരു വാളും കൂടി ഇരുന്നോട്ടെ, ബ്ലൂ വെയിലിന് മുട്ടയൊക്കെ എടുത്ത് മതി. ഓക്കെ, നമ്മൾ സർവൈവലിൽ വരാൻ പോകണം. ഈ കണ്ട സ്ഥലങ്ങളെല്ലാം നോക്കാം. ജസ്റ്റ് ഒരു സർവൈവൽ മോഡാണ്, ക്രിയേറ്റീവ് മാറ്റി. ബ്ലൂ വെയിലൊന്നും ചെയ്യത്തില്ലെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മുടെ കൂട്ടത്തിനടുത്തേക്ക് പോവാം നമുക്ക്. അവിടെയാണെന്നോ കൂട്ടം? അത് അവിടെയായിരുന്ന? അവിടെയായിരുന്നു. അയ്യോടാ, സ്നോമാൻ നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് തോന്നുന്നുണ്ട്. സ്നോമാൻ നമ്മളൊന്നും ചെയ്യത്തില്ല, ഉള്ള ജീവികൾ. എടേ, നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ പോയി? ഓ, അതാണ് കടുവ. കടുവ നമ്മൾ എന്തായാലും ചെയ്യണ്ട. വട വടമോനെ, ഞാനെന്ത് ഇവിടെ നമ്മളെ കണ്ട് എടേ, കണ്ടിട്ടും വരുന്നില്ലല്ലോ അവിടെ കടുവ. എടേ കടുവേ വാടേ. പേടിച്ചായവൻ. കടുവ പേടിച്ച ഈ കടുവണ്ടല്ലോ. വാട മോനെ നീ, വാട മോനെ, വാട. ഇവനൊന്ന് അടിക്കണം. ഇവനെ അടിക്കാൻ പറ്റില്ല. എടേ, ചത്ത നമ്മള്. മോൻ ഒറ്റടിക്ക് എത്ര ഹെൽത്ത് പറയാൻ നോക്കണം. വേണ്ട, ചത്തറേ നമ്മള്. ക്രിയേറ്റീവ് ഇട്ട് എൻ്റെ പൊന്നെ. എടാ നിക്കടാ, ഒരു മിനിറ്റ്, ഒരു ഫസ്റ്റ് വരെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യട്ടെ. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്. പണ്ടാറാണ് ഞാൻ സെറ്റ് ചെയ്ത്. ഓക്കെ, സർവൈവലാണ്. ഒരു മിനിറ്റ് സർവൈവൽ വരാൻ പോവാണ്. വാടാ നീ, ഞാനടാ. ഇവൻ നമ്മളെ അല്ലാതെ അടിച്ചാൽ നമ്മളൊന്നും ചെയ്തില്ലേ. ഇവൻ നമ്മള് അടിയടാ. വാടാ മോനെ നീ. എടാ ഡറക്ക. അയ്യോ, എന്നെ സ്പീഡടാ, കാണുന്നില്ല. എവിടെ പോയി? ഞാൻ അടിച്ച്. എവിടെയാണത്? അയ്യോടാ, മാറടാ. അയ്യോ, എൻ്റെ മോനെ ഭയങ്കര സ്പീഡാ. ഒക്കെ അടിച്ച് തെറിപ്പിച്ച് കൊല്ലാൻ പറ്റില്ലടാ ഇതിനെ. കൊന്നു കേട്ടാ ഞാൻ. നമ്മളാരാണെന്ന് ഇവനറിയില്ലല്ലോ. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ അടിച്ചാൽ നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് യുദ്ധം. നമ്മൾ ഭയങ്കര പറന്നുപോയി. ഓക്കെ, ഒരുത്തനെ കിട്ടി എന്തായാലും. എടാ, അറ്റാക്ക് ചെയ്യൂടെ ഇതൊക്കെ. എടാ ഇതിന് ഹെൽത്ത് കുറയില്ലേ? ഇതും കടുവയൊക്കെ ഏകദേശം സെയിം സാധനം തന്നെ കേട്ടാ. എടാ പക്ഷെ കടുവയ്ക്ക് നമ്മൾ അത്രയ്ക്ക് അടിക്കാൻ കഴിയില്ലേ. പക്ഷെ ഇതിന് നമ്മൾ നല്ല രീതിക്ക് അടിക്കാൻ പറ്റും. ഊപ്പറി സാധനം കാണത്തുമില്ല. ചത്തിയാൻ മോനെ, അത്രയും പവറുള്ള സാധനമാണിത്. ഇങ്ങോട്ട് എന്റെ ആർമർ. അവിടെ കുറെ സാധനം കിടക്കുന്നുണ്ടല്ലോ. എന്റെ ഇൻവെന്ററിയിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ.
ആർമർ മാത്രം മതി, ബാക്കിയല്ല നീ വെച്ചോ. എൻ്റെ ഒരു വാളും കൂടെ കാണണമല്ലോ. എൻ്റെ ഷീൽഡ്, എൻ്റെ വാളും ഇല്ല അല്ലേ? വാള് ദേ കിടക്കും. ഓക്കെ, ഒന്നുകൂടെ സെറ്റ് ആവട്ടെ. സെറ്റ്. വാ, പുലിയണ്ണനെ കണ്ടു, ആ കുഞ്ഞിനെ കണ്ടു, കുഞ്ഞിനെ കണ്ടു. അടുത്ത നമുക്ക് നോക്കാം എന്തുവാ. നമുക്ക് നോക്കാം എന്തായാലും എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്ക് എന്തായാലും. എടി ഇവിടെ കുറെ ഞാൻ ഇട്ടായിരുന്നു. ആഹാ, ഒരെണ്ണം ഉണ്ട്. അതല്ലടാ, ഞാൻ നോക്കട്ടെ, ക്രിയേറ്റീവ് വന്ന് നോക്കാം ഞാൻ എന്തൊക്കെയാണ്. എടാ അതെന്തിരി എനിക്കെന്തോ പറ്റിയടാ. ഞാൻ ഇവിടെ നിന്ന് പിന്നെ എന്തോ ഒന്ന് അടിച്ച്. ഇവിടെ എന്തോ നങ്കൂരം പോലെ എന്തോ വന്ന് ഒരൊറ്റയടി. ക്രിയേറ്റീവ് ഇട്ട് നോക്കാം. പറക്ക് ഈ ഏരിയ ഫുള്ളൊന്ന് അടിച്ചു പറക്കണമല്ലോടെ. എടാ നമ്മള് അവിടെ ഡ്രോപ്പ് ചെയ്ത മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? എടാ ഞാൻ ഇത്രയും ദൂരമായിരുന്ന. എടാ മൃഗങ്ങളെ ഒന്നും കാണാനില്ലല്ലോടാ. ഞാൻ എങ്ങോട്ട് പോയത്? എടാ അതേ നിക്കണതൊക്കെ. അല്ല, ഇതിവിടെ ഞാൻ ചത്തതല്ല. മച്ചാനെ കാണാനില്ലല്ലോടാ. അതേ ഇവിടെയാണ് അതൊക്കെ. ഇവിടെ അല്ലല്ലോടാ, കുറച്ചുകൂടെ പോണല്ലോ അതിന്. സന്ധ്യയായി അതിൻ്റെ ഇടയ്ക്ക്. എന്തായാലും നമുക്ക് നിർത്താം ഗൈസ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങളെല്ലാം കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊരു മോഡഡ് വീഡിയോ ആയിരുന്നു. അപ്പം ബൈ ഗൈസ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റൂട്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആണ് അടിക്കുക. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.